IPL-ൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും പരാജയം ഏറ്റുവാങ്ങി രാജസ്ഥാൻ റോയൽസ്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 151 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ 17.3 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ കൊൽക്കത്ത ലക്ഷ്യത്തിലെത്തി. 61 പന്തിൽ 8 ഫോറും 6 സിക്സറും സഹിതം പുറത്താകാതെ 97 റൺസെടുത്ത ക്വിന്റൺ ഡി കോക്കാണ് കൊൽക്കത്തയുടെ വിജയം അനായാസമാക്കിയത്. ടോസ് നേടിയ കൊൽക്കത്ത നായകൻ അജിങ്ക്യ രഹാനെ രാജസ്ഥാനെ ബാറ്റിംഗിനേക്കുകയായിരുന്നു. 28 പന്തിൽ 33 റൺസെടുത്ത ധ്രുവ് ജുറേലാണ് രാജസ്ഥാനിന്റെ ടോപ്പ് സ്കോറർ. 29 റൺസെടുത്ത യശസ്വി ജയ്സ്വാൾ, 25 റൺസെടുത്ത റിയാൻ പരാഗ് എന്നിവരാണ് രാജസ്ഥാനായി ഭേദപ്പെട്ട നിലയിൽ സ്കോർ ചെയ്ത മറ്റു താരങ്ങൾ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി വരുൺ ചക്രവർത്തി, മൊയിൻ അലി, വൈഭവ് അറോറ, ഹർഷിത് റാണ എന്നിവർ 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ കൊൽക്കത്തക്ക് മൊയിൻ അലിയുടെയും ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയുടെയും വിക്കറ്റുകളാണ് നഷ്ടമായത്. 12 പന്ത് നേരിട്ട മൊയിൻ അലിക്ക് 5 റൺസ് മാത്രമാണ് നേടാനായത്. 15 പന്തിൽ 18 റൺസുമായി രഹാനെയും മടങ്ങി. 17 പന്തിൽ 22 റൺസെടുത്ത ആൻഗ്രീഷ് രഘുവംശിയായിരുന്നു മത്സരം അവസാനിക്കുമ്പോൾ ക്വിന്റൺ ഡി കോക്കിന് കൂട്ടായുണ്ടായിരുന്നത്. സീസണിലെ രണ്ടാം തോൽവിയാണ് രാജസ്ഥാൻ റോയൽസ് നേരിട്ടിരിക്കുന്നത്.